ഹായ് ഫ്രണ്ട്സ്, ടെക് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത ചിങ്ങമാസം 1-ാം തീയതിയാണ്. എല്ലാ മലയാളികൾക്കും പുതുവത്സര ദിന ആശംസകൾ. ചിങ്ങമാസം വന്നെത്തിയപ്പോൾ നമ്മുടെ ഓണവും പടിവാതിൽക്കെത്തി നിൽക്കുകയാണ്. കായ ഉപ്പേരി ഇല്ലാതെ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്, എങ്ങനെയാണ് നേന്ത്രക്കായ വറുക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേന്ത്രക്കായ ഒരുപാട് മൂപ്പെത്താൻ പാടില്ല. അതായത് 2-3 ദിവസം വെച്ചാൽ പഴുക്കുന്ന ഒരു മൂപ്പുണ്ടല്ലോ, ആ മൂപ്പ് നമുക്ക് വറുക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 2 ആഴ്ച മുമ്പ്, പഴുക്കുന്നതിന് 2 ആഴ്ച മുന്നേ ഉള്ള മൂപ്പാണ് വറുക്കാനായിട്ട് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വാഴക്കുല ഏറ്റവും ഫ്രഷായി കിട്ടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അതായത് ഇന്ന് കാലത്ത് വെട്ടി വൈകിട്ട് വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കടകളിലൊക്കെ ഒരുപാട് ചിപ്സുകൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ഒരുപാട് കടകളിൽ വറുക്കുന്നത് കാണാം. പല കടകളിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് വറുക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും, തിളച്ച വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഉരുകി വെളിച്ചെണ്ണയിൽ വ്യാപിച്ച് അത് എല്ലാ ചിപ്സിലും ഒരു കോട്ടിങ് ഉണ്ടാകും. നമുക്കറിയില്ല, വളരെ മൈന്യൂട്ട് കോട്ടിങ് ആയിരിക്കും. അപ്പോൾ അത് കാലാകാലത്തോളം ക്രിസ്പി ആയിട്ട് നിലനിൽക്കും, കേടുവരില്ല. അപ്പോൾ ആ പ്ലാസ്റ്റിക് നമ്മുടെ വയറ്റിലെത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് 1 കിലോ ആണെങ്കിൽ കൂടി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ വറുത്ത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവരും കായ വാങ്ങി വീട്ടിൽ വറുക്കാൻ ശ്രമിക്കുക. നല്ല വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ എങ്ങനെയാണ് കായ വറുക്കുന്നതെന്ന് നമുക്ക് കാണാം വീഡിയോയിലേക്ക്. ഇപ്പൊ നമ്മുടെ ഓണക്കായ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെയായി. അത്തമ്പത്തിന് തിരുവോണം, അത്തത്തിന് മുന്നേ നമുക്ക് വറുത്ത് റെഡിയാക്കി വെക്കാം. ഉപ്പേരിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ കായ്ക്കൊക്കെ വില കൂടും. അപ്പം നമ്മൾ ഓണത്തിനുള്ള കായ് ഉപ്പേരി വറുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം എല്ലാവരും കാണുക, ഇത് കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ ഉപ്പേരി വറുക്കാട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം വെള്ളത്തിൽ. അപ്പം നമ്മൾ കായ തൊണ്ട് കളയുന്നത് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയില്ല. പുറഭാഗം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, അധികം താഴാണ്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് ഉൾഭാഗം ഇതുപോലെ തന്നെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ കത്തിയുടെ തുമ്പുകൊണ്ട് ഒന്ന് പതുക്കെ തിക്കി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലേക്കും തിക്കി കൊടുക്കുക, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിക്കി കൊടുക്കുക. ഓക്കെ, മതി. അപ്പുറത്ത് അതുപോലെ തിക്കി കൊടുക്കുക, 2 സൈഡിലേക്ക് തിക്കി കൊടുക്കുക, അപ്പുറത്തേക്ക് തിക്കി കൊടുക്കുക, അതുപോലെ തന്നെ. അതെ, ഇനി ഇവിടെ നിന്ന് പതുക്കെ വിരലിട്ട് അങ്ങനെ പതുക്കെ വിരലിട്ടിട്ട് പൊളിക്കരുത്, അങ്ങനെ വിരലിട്ട് നിർത്തുക. അങ്ങനെ പതുക്കെ പൊളിച്ച് നിർത്തുക. അത് ഇവിടെ നിന്ന് പൊളിക്കുക. ആ സൈഡ് പൊളിക്കുക. രണ്ട് സൈഡിൽ നിന്നും പൊളിച്ച് കഴിഞ്ഞെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പൊളിക്കാൻ പറ്റുന്നുണ്ടാവും. ക്ലിയർ ആയിട്ട് പോകുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊളിക്കുക അതുപോലെ. അതെ, ഇത് കായതുകൊണ്ട് പൊളിക്കാൻ പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് നേരെ അത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. മഞ്ഞൾ കലക്കി വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ നമുക്കിത് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരേ ലെവലിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അരിയാൻ നല്ലത്. ഓക്കെ, വരുന്നത് നമ്മൾ അരിയണ്ട, ഇത് മാറ്റി വയ്ക്കുക. നമുക്കിതിനെ വിരിച്ചിടുക. ഓക്കെ, നമ്മളിതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് വിടർത്തിയിടണം, അല്ലെങ്കിൽ ഓരോന്നോരോ ഒട്ടി പിടിക്കും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ മാറ്റിയിടണം, അല്ലെങ്കിൽ അത് കരിയും.
അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്റർ ഒഴിച്ചു, 1 ലിറ്റർ കൂടെ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മളിതാ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അരിഞ്ഞിങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു അരമണിക്കൂറോളം മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചായിരുന്നു, മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ അരിഞ്ഞ് പരത്തി വയ്ക്കുന്നത് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. എണ്ണ അത് തിളച്ച് വരുന്നുണ്ട്. എണ്ണത് നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഏതാണ്ടൊരു 5 കിലോ കായാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടാറായിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പുവെള്ളം കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ നല്ലൊരു തോർത്തുകൊണ്ട് ഒരു ബേസിൽ വിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പെരി ആവുമ്പോൾ കോരിടാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി കായ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ നന്നായിട്ട് കിടന്ന് മൊരിയുന്നുണ്ട്, എല്ലാവരും കാണാം. പെരി നമ്മുടെ നന്നായിട്ട് കിടന്ന് മൊരിയുണ്ട് ഉണ്ടോ. ഒരു നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒരു കലപില സൗണ്ട് കേൾക്കും, കിരകിരക്കുന്ന സൗണ്ട് കേൾക്കും. ആദ്യം പച്ചക്കിടുമ്പോൾ ആ സൗണ്ട് വരുന്നില്ല, ഒന്ന് മൂക്കുമ്പോഴാണ് ഒരു ക്രിസ്പിനെസ് ആകുമ്പോൾ അത് രണ്ടും നമ്മൾ കൂട്ടിമുട്ടുന്ന സൗണ്ട് കേൾക്കും ഇളക്കുമ്പോൾ. ആ സമയത്താണ് നമ്മൾ ഈ ഉപ്പും വെള്ളം തെളിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ സൗണ്ട് കേട്ടോ, ഈ സൗണ്ട് കേൾക്കണം. സൗണ്ട് കേട്ടണമെങ്കിൽ ഇതിൻ്റെ മൂപ്പായി നടത്തും കേട്ടോ, സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ കോരുക, ഒഴിക്കുക. നമ്മൾ അടുത്ത ട്രിപ്പ് ഇടാൻ പോവാം കേട്ടോ. ആയപ്പേരി നിങ്ങൾക്ക് കാണാം, നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്, ഇവിടെ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഓണത്തിന് പേര് നമ്മളെല്ലാവരും മറക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ശരിക്കും ഇതുപോലെ ഒന്ന് നിരത്തി ഇടണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ ചെറിയ ചൂടുണ്ടെങ്കിൽ അതിൻ്റെ വേർപ്പ് ഇരുന്നുണ്ടെങ്കിൽ നാളേക്ക് അതൊരു കാറമണം വരും. വെളിച്ചെണ്ണയിൽ വറുത്തുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് കറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വിരിച്ചിടണം. ഫുൾ
അതിൻ്റെ ചൂട് ഫുള്ള് പോയി എന്നിട്ട് വേണം നമുക്കത് ഒരു പാത്രത്തിലേക്ക് എയർ ടൈറ്റായ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്. ഫാൻ ഇടരുത്, ഫാൻ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ് പോകും. അതുപോലെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചൂടാറിയുണ്ട്. അപ്പോൾ നമ്മൾ തുണിയുന്നത് മാറ്റി, തോർത്തുണിയുന്നത് മാറ്റി ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് എയർ ടൈറ്റായ ഡബ്ബയിൽ ഇതുപോലെ ആക്കിയിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് കേടുവരും. ഓക്കെ, ഇങ്ങനെ എയർ ടൈറ്റായിട്ട് ഡബ്ബയിൽ അടച്ചു വയ്ക്കുക. നമ്മൾ ആവശ്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഉപയോഗിക്കുക. നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 2-3 ആഴ്ച ഒരു കേടുവരാണ്ട്, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെ കേടുവരാണ്ടിരിക്കും ഇത്. ഓക്കെ, എണ്ണയ്ക്ക് നമ്മളെ തുണി വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ബനാന ചിപ്സാണ്, നല്ല പെരിയാണ്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.